ആ ഗുലാം ആടുണ്ട്, റിയാസ് ഇവിടെ ഉണ്ട്. ഇവർക്ക് ഉണ്ടാക്കിയത് പണിന്ന് വെച്ചാൽ ഇതാ റിയാസിന്റെ പണി. ഇതിന്റെ പമ്പ് കൂരി അല്ലേ? എന്താ പ്രശ്നം എന്ന് വെച്ചാല് കേജ് വർക്കാകുന്നില്ല. കേജ് വർക്കായില്ലെങ്കിൽ ഡീസൽ ടാങ്ക് ഫുള്ളായി പോകും വിചാരിച്ചിട്ടാണ്. പിന്നെ ഇനിയിപ്പോൾ അത് അയക്കാനുള്ള പരിപാടി. അപ്പോൾ എന്താ വെച്ചാൽ ഈ ബോഡി പൊന്തിക്കണം. ഓക്കെ, അപ്പോൾ നേരെ അന്നപ്പോൾ തന്നെ നമ്മളെ പരിപാടി എൻ്റെ പരിപാടി വേറെ 2 എണ്ണം വരാനുണ്ട്. ഇന്നിവിടെ എത്തിയിട്ടേ ഉള്ളൂ. അല്ല, ഇന്നലെ ഇവിടെ എത്തിക്കിന്. ഇന്നത്തെ പരിപാടി കേട്ടോ. ഓക്കെ, വേറെ 2 ആൾക്കാർ വരാണ്ട്. ഇനി ഓലപ്പനാണ് എൻ്റെ പരിപാടി സെറ്റ്. അപ്പോൾ അടുത്ത പരിപാടികളൊക്കെ ഒന്ന് കാണാം. ടീംസ് എത്തിക്കിന്. ടീംസ് എന്താ പരിപാടി എന്നറിയതാ? വലൈക്കും സലാം. സെറ്റ് ഇതാ ഈ കണ്ണട വെച്ചാൽ തന്നെ പോരെ. അപ്പോൾ ആ ടീംസ് ഒരു വണ്ടി എടുത്ത് വന്നാണ്. ഇതാ പരിപാടി എന്താണ് ഒരു ഐഡിയ ഇല്ല. ഇത് എന്തേതാണ് ഇതിൻ്റെ ഉള്ളിൽ? ഇത് നിങ്ങൾ വെറുതെ കിട്ടിയ വണ്ടി എത്താൻ തോന്നല്ലോ നിങ്ങൾക്ക്? ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്തേതാണിത്? ഏതായാലും ഏതോ ഒരു തല്ലിപ്പൊളി വണ്ടി എടുത്ത് വന്നിരുന്നു. ഇനി നമ്മള് ഇത് വയ്ക്കാൻ പോണെന്നൊരു ഐഡിയ ഇല്ല. നേരെ അൽദ്രീസ് പമ്പിലെത്തിക്കിന്. അപ്പോൾ ഒരു 30 റിയാലിന് പെട്രോൾ അടിക്കാം. ആവശ്യത്തിന് മാത്രം, അനാവശ്യമായിട്ട് അടിക്കണ്ട. ഇതൊരു ഇതായിരുന്നോ വാടക എടുത്തുണ്ടോന്ന വണ്ടിയാണ്. അതെ. അപ്പോൾ ഇതിന് ഇത്ര മതി പോകാനുള്ളത് മാത്രം. അല്ല മുറൂറിൽ എടുത്താളുള്ളത്. ഇറങ്ങി പോയേക്കോ. പരിപാടി എത്താണ്? ഇതാണ് പരിപാടി. എന്തായിക്ക് നമ്മളെ വണ്ടി ഇന്നത്തെ പരിപാടി സ്ഥിതി ഇതാണ്. എങ്ങനെയുണ്ട്? വണ്ടിയൊക്കെ ലോഡ് കയറ്റി വെച്ചിരിക്കുന്നു. മാഫി തർത്തീബ് في موجود زيارة؟ ഇതാണ് അവസ്ഥ. അതാ മുറൂർന്ന് പോവാണ്. ഇവിടെ ഒക്കെ അതിന്റെ തക്ദീറിന്റെ ഓഫീസുകളാണ്. ഇവർക്ക് നല്ല പൈസ, പിടുത്തം വിട്ട പൈസ. നമ്മൾ ലോക്കലി വണ്ടി കയറ്റിക്കൊണ്ട് 200 റിയാലിന്റെ അടുത്ത് വലിയ 400 റിയാൽ 500 റിയാൽ പോലും വാങ്ങും. എന്താ ചെയ്യല്ലേ? കൊല്ലന്നെ. ഒരാൾ വണ്ടി തട്ടി കിട്ടിയ അവർക്ക് എൻജോയ്മെന്റ്. കൊറേ വണ്ടി തട്ടിയ വണ്ടികളൊക്കെ ഇവിടെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ അതാ നല്ല സംഗതി കൂടി ഇങ്ങനെ കെട്ടന്ന് തിരിയുകയാണ്. കുറച്ചു ദിവസമായി ഒരു വണ്ടിയായിട്ട് ഇവര് അലഞ്ഞു തിരിയാണ്. ഇന്നിപ്പോ വണ്ടിക്ക് തീരുമാനമാവും. ഒന്നായിട്ട് ഞങ്ങള് തൂക്കിക്കൊടുക്കോ അല്ലെങ്കിൽ നമ്മള് തിരിച്ചെടുക്കോ എന്നുള്ളതൊക്കെ. അൽഹസ പാസ്പോർട്ട് ഓഫീസ് ഇവിടുന്ന് എടുത്തോട്ടാണ്. ഇനി ആർക്കും പാസ്പോർട്ട് തന്നെ വേണ്ട. പാസ്പോർട്ട് ഉണ്ടായിട്ട് നമ്മൾ ഇവിടെ എത്തിപ്പോയത്. എടുത്ത് അത് തന്നെ. ഇതൊക്കെ വണ്ടി ഇതാ തക്ദീറിന് നിൽക്കുക. തക്ദീറിന് അവിടെ പറയാ. ഇതെന്താ പറയാ നമ്മള്? ഇൻഷുറൻസ് ഓഫീസ്. ഇൻഷുറൻസിന്റെ അല്ല, ഇത് പോലെ എഴുതി തരിക വണ്ടിക്ക് എന്താ പറ്റിയത് എഴുതി തരും. അതിനിങ്ങനെ നിൽക്കുകയാണ്. അപ്പുറത്ത് ഇങ്ങനെ ക്യൂല് കുറെ വണ്ടികൾ നിൽക്കുന്നുണ്ട്. നമ്മളിവിടെ പാർക്ക് ചെയ്യണം. നമ്മളിവിടെ പാർക്ക് ചെയ്യാം നമ്മളെ വണ്ടി. എന്നിട്ട് നമ്മളൊന്ന് നോക്കുക. അപ്പോൾ നമ്മളെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇത് റെൻ്റേ കാർ എടുത്ത് പോകുന്നതാണ്. സഫ്വാൻ അതാ പിന്നെ കണ്ണുമേൽ വെക്കാണ്ട് കണ്ണുമേൽ ഇറക്കി വെച്ചിരിക്കുന്നത് കണ്ണട. അപ്പോൾ നേരെ അപ്പുറത്താണ് തക്ദീറുള്ളത്. ഇവിടെ ഫുള്ള് കുത്തിപ്പൊളിഞ്ഞ വണ്ടികൾ മാത്രം കാണുന്ന സ്ഥലമാണ്. നമ്മളെ വണ്ടി അതാ ഗ്രീഞ്ചിക്കാരി ഇങ്ങനെ നിൽക്കുന്ന. അല്ലോ എന്റെ ജാക്കറ്റ് പഠിച്ചോണേ, നല്ല വിലപിടിപ്പുള്ള ജാക്കറ്റ് ഇതിന്റെ ഉള്ളിൽ കിടക്കണം. ഇത് എങ്ങനെ കിട്ടും? ഇതെങ്ങനെ എടുക്കാനാ? വണ്ടി പൊളിക്കും പഠിക്കണം ജാക്കറ്റ്. ഇതിന്റെ ഉള്ളിലുള്ള ബോൾ എന്തായി പോയി? അടി വന്നവർക്ക് ബോള് കണ്ട വഴി ഓടിക്കില്ലേ? ഏതായാലും വണ്ടി നമ്മള് ഇരുളി അങ്ങനെ ഫുട്ബോളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പാഞ്ഞടി എടുത്ത്
അപ്പോൾ അതാ വണ്ടി ഫുള്ള് ലൈനിൽ ഇങ്ങനെ നിൽക്കാൻ കുറച്ചു നേരമായി. ഞങ്ങളിതാ ഇവിടെ മരത്തിന്റെ ഹോട്ടലിൽ പല ചർച്ചകൾ ഇടുക. വണ്ടി ഉണ്ടെന്ന് കിട്ടൂ, ടോട്ടൽ ലോസ് ആവുമോ ഇല്ലേ ഒക്കെ ഉണ്ട്. വണ്ടി സ്വിഫ്റ്റ് ഡിസയർ അല്ലേ? ഓ ഏതായാലും ഞങ്ങളെ തീരുമാനങ്ങളൊന്നും ആയില്ല. നമ്മളെ വണ്ടി ഇപ്പൊ ടോട്ടൽ ലോസ് ആവുമോ ഇല്ലേ, ഇനിയിപ്പോ എന്താവോ, പണിയെടുപ്പിക്കാൻ പറ്റുമോ, മുന്നിൽ ഞാൻ പോയി ചാടണം, തീരുമാനമാവും. അപ്പൊ ടോട്ടൽ ലോസ് കിട്ടും. അതെ 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 അതെ. അപ്പൊ ഇതിന്റെ ഇൻഫർമേഷൻ എനിക്ക് കൊടുക്കാൻ കഴിയില്ല, ഒരു വണ്ടി തട്ടിയാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പൊ അത് സബ്ബാൻ പറഞ്ഞുതരും എങ്ങനെയാണ് വണ്ടി തട്ടിയാൽ ഇവിടുത്തെ സൗദി അറേബ്യന്റെ സിസ്റ്റം എന്തെന്നാണ് എന്നുള്ളത്. ഇതും കൂടി കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ പൈസ എങ്ങനെ വരൂ എങ്ങനെയാണെന്നുള്ളതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതും പറഞ്ഞുതരും. അങ്ങനെയൊക്കെ ഉണ്ടാകുക. ബോസ് ഇവിടെ ഇങ്ങനെ നോക്കി നിൽക്കുക, വണ്ടി വരുന്നതാണ്. കുറേ നേരമായി നിൽക്കുന്നത്, വണ്ടി വന്നില്ല. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വണ്ടി ഫുള്ള് ചെക്ക് ചെയ്തിട്ടുണ്ട്. ഇതാ കംപ്ലൈൻറ്റ് എന്നുള്ളതൊക്കെ വില എഴുതിയിട്ട് ഇൻഷുറൻസ് കമ്പനിക്ക് വിടും. അതാപ്പം ഇന്നിപ്പോൾ പറഞ്ഞത്. ഇവിടുത്തെ തക്തീറാണിത്. നമ്മളെ വണ്ടി ഇപ്പം വരും. നമ്മളെ വണ്ടി കയറി വരുന്ന സ്വയം മുതലാളി നടന്ന് വണ്ടി കയറി വന്ന് അതിന് ഇവിടുന്ന് ഒരു പേപ്പർ എടുക്കണം, പേയ്മെൻറ്റ് കാണിച്ചു കൊടുക്കുക. അതാ ഇതിൻ്റെ ഉള്ളിൽ കൂടി കയറ്റിയ പോലെ നമ്മളെ വണ്ടി ഇങ്ങനെ ചെക്ക് ചെയ്യും ഫുള്ള്, എന്താ കംപ്ലൈൻറ്റ്. എന്നിട്ട് ഇവർ എഴുതി തരും, നന്നാക്കണോ നന്നാക്കണ്ടേ അല്ലെങ്കിൽ ഒഴിവാക്കണോ എന്നുള്ളതൊക്കെ. സാറേ എന്താണ് എൻ്റെ എക്സ്പീരിയൻസ്? എവിടെക്കുന്ന ഇനി വലുതിപ്പോ ഇവിടെ എത്ര റുപ്യ അടിച്ച് 172 റിയാൽ ഇതാ ഇപ്പൊ ഇവിടെ അടിച്ചിരിക്കുന്നത്. ചെക്ക് ചെയ്യുന്നതിന് 172 റിയാൽ ഇപ്പൊ കൊടുത്തിരിക്കുന്നത്. ഇനി ഒരു 57 റിയാലും കൂടി കൊടുക്കാനുണ്ട്. എല്ലാം കൂടി പൈസ കൂടി കൊടുക്കണം. അപ്പോൾ ഏകദേശം 1-2 മണിക്കൂർ കൊണ്ട് നമ്മളെ പരിപാടി തീർന്നിരിക്കുന്നത്. തക്തീർ പരിപാടി തീർന്നു. ഇനി നമ്മൾ പോവാ നേരെ എങ്ങോട്ടാന്ന് വെച്ചാൽ ഹോട്ടലിലേക്കോ, ഇതിനി വർക്ക്ഷോപ്പ് കൊണ്ടുപോയിടണം. അതാണ് മുറൂർ പോണ്ട, ഇനി നേരെ വർക്ക്ഷോപ്പ് പോവാ. അപ്പോൾ തക്തീറൊക്കെ കഴിഞ്ഞ് പോവാണ് ഞങ്ങളെ വണ്ടിയായിട്ട്. നേരെ വർക്ക്ഷോപ്പിലേക്ക് പോവാണ്. നന്നാക്കാൻ പറ്റുമോ അല്ലേ എന്നുള്ളതൊക്കെ ഒന്ന് നോക്കട്ടെ. നന്നാക്കാൻ പറ്റൂലെങ്കിൽ എന്താക്കും, നമ്മളത് ഒന്നായിട്ട് വിറ്റാളും. ബയ്യുണ്ട് നമ്മളെ കൂടെ. അപ്പോൾ എന്താന്ന് പറഞ്ഞാൽ വർക്ക്ഷോപ്പ് കയറ്റി പോയില്ലായിരുന്നു, കുറേ പണിയുണ്ട്. അപ്പോൾ നമ്മളിവിടെ തൂക്കി കൊടുത്താളാ. ഒരാൾ വരാമെന്ന് പറഞ്ഞിരിക്കുന്നു. ഓനെ വെയിറ്റ് ചെയ്തിരിക്കാനും മറുതുള്ള ആളാണ്. ഇയാൾക്കിത് കച്ചവടമാക്കിയാളും ഒന്നായിട്ട് വണ്ടി. അതാണ് ഇപ്പോഴത്തെ പരിപാടി. ഓനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നട്ട് ഉച്ചയായിരിക്കും. രാവിലെ ഇറങ്ങിയതാണ് പരിപാടിക്ക്. അപ്പോൾ ഇങ്ങനെ കാണിപ്പോൾ നമ്മളെ കഥ. നാട്ടിൽ നിന്ന് പാഞ്ഞിങ്ങ് പോന്നിക്ക. ഇതെന്തോ തീരുമാനം ആക്കി കൊടുക്കാൻ. വണ്ടി മെല്ലെ നമ്മളിവിടെ ഇറക്കി വെക്കുക. എന്നിട്ട് ഇവിടെ നമ്മൾ തൂക്കി കൊടുക്കും. എല്ലാം ഒന്ന് ഇറക്കി വെക്കട്ടെ. इंशाल्लाह वो उठाएगा. അപ്പോൾ വണ്ടി ഇവിടെ ഇറക്കി വെക്കാനുള്ള പരിപാടിയാണ്. ഇൻഷാല്ലാ. വായി നല്ലോണം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ മുമ്പോട്ട് നീക്കാൻ. വണ്ടീൻ്റെ ഉള്ളിൽ കയറി നിൽക്കുന്നു. ഗിയറൊക്കെ ന്യൂട്രാക്കി മെല്ലോന് പിന്നെ താഴോട്ട് ഇറക്കി തരുമെന്ന് വിചാരിക്കാം. ഓക്കെ പകർത്തിയെടുക്കാം. ഓക്കെ ഇങ്ങനെ ഓനെന്ന മിക്കവാറും വണ്ടിയും തള്ളിയിടുന്ന എനിക്ക് തോന്നുന്നത്. വണ്ടീൻ്റെ ഉള്ളിലാള് പടച്ചോനെ. ഓ ഞാൻ പോയി. पता नहीं यार. ഞാൻ മുമ്പോട്ടെടുത്ത് ഒന്ന് ബേക്കോട്ടങ്ങ് ആക്കി ഞാൻ പുറത്തും ഇറങ്ങി പോന്ന്. വല്ലാത്ത മതി എടുത്ത് പുറത്തൊക്കെ ഇട്ടിക്ക. അങ്ങനെയൊക്കെയാണ് കഥകൾ മോനെ. വണ്ടിതാ നേരെ പുറത്തേക്ക് ഇങ്ങോട്ട് എത്തിട്ടോ. ഒന്ന് മുമ്പോട്ടാക്കി ബേക്കോട്ടങ്ങ് വലിച്ചാൽ വണ്ടി ഇതാ റിവേഴ്സ്.
നേരെ ഇവിടെ എത്തി. ഓ കുറച്ചൊന്ന് ബേജാറായി പോയി. എല്ലാ പരിപാടിയും കഴിഞ്ഞ് അൽഹംദുലില്ലാ അവരെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ആ വണ്ടി ടാറ്റ പറഞ്ഞു വണ്ടിനോട് ബൈ ബൈ ഗുഡ് ബൈ. തിരിച്ചുവരവില്ല, ഇനി തിരിച്ചുവരവില്ല. വിറ്റ് ഞങ്ങള് കിട്ടിയ പൈസ സംഘം ഉണ്ടെങ്കിലും ആ ഒന്നും വിഷയമൊന്നുമില്ല. അങ്ങനെ ഓക്കെയാ, പവർഫുള്ളാണ്. ആ വണ്ടി ഞങ്ങൾ കൊടുത്ത് ഒഴിവാക്കി. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. ഇനി അടുത്ത വണ്ടി ആരോ കയ്യിലുണ്ട്, ചെറിയൊരു പൈസക്ക് വണ്ടി കയ്യിലുണ്ടെങ്കിൽ അവൻ തന്നോളി, കമന്റ് ചെയ്യ്. ഓക്കെ.